ആലുവ ഇരട്ടക്കവർച്ച കേസിലെ പ്രതികളെ അജ്മീരിൽ നിന്ന് ആലുവയിൽ എത്തിച്ചു. അറസ്റ്റ് നടപടികൾക്കിടെ കേരള പോലീസിന് നേരെ വെടിയുതിർത്തതിന് പ്രതികൾ റിമാൻഡിലായിരുന്നു. ഉത്തരാഖണ്ഡ് സ്വദേശികളെ ഇരുവരെയും മോഷണം നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്നു. വിഷ്ണു, SP ഓഫീസിന്റെ മൂക്കും തുമ്പത്ത് നടന്ന മോഷണം, പിന്നീട് പ്രതികളെ പിടികൂടാൻ കേരള സ്ക്വാഡ് രാജസ്ഥാനിൽ. അവിടെ കേരള സ്ക്വാഡിന് നേരെ വെടിവെപ്പ്. പക്ഷെ ആ വെടിവെപ്പും അതിജീവിച്ച് പ്രതികളെ കേരള പോലീസ് പൊക്കിയിരുന്നു. ഇന്നിതാ ഇവരെ കേരളത്തിലെത്തിച്ചിരിക്കുന്നു. തെളിവെടുപ്പ് തുടങ്ങാൻ പോകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർക്ക് കൂടുതൽ മോഷണ കേസുകളുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളുണ്ടോ? സുഹേൽ, വിശദമായ അന്വേഷണം പോലീസ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ആലുവ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമായിരുന്നു ഈ പ്രതികളെ ഉത്തരാഖണ്ഡിൽ എത്തി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അവിടെ വെച്ചാണ് ആലുവ പോലീസിന് നേരെ വെടിയുതിർത്തത്. ഇവർ അതിൽ ഉത്തരാഖണ്ഡിലുള്ള ദർഗ സ്റ്റേഷനിലെ SIക്ക് നേരെയും ഇവർ വെടി ഉതിർത്തിരുന്നു. തുടർന്നാണ് ഇവരെ പിടികൂടിയതിന് പിന്നാലെ അവിടെ FIR ഇട്ട് ഇവരെ റിമാൻഡ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 2 മാസ കാലയളവിന് ശേഷമാണ് ഇവരെ ആലുവയിലേക്ക് എത്തിക്കുന്നത്. ആലുവ SP ഓഫീസിന് സമീപമുള്ള ഒരു വീട്ടിലും അതോടൊപ്പം കുട്ടമശ്ശേരിയിൽ ഒരു വീട്ടിലുമാണ് പ്രതികൾ പ്രധാനമായും മോഷണം നടത്തിയത്. ഇന്ന് പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപ് ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതികൾ കൂടുതൽ മോഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. റാപ്പൂർ സ്വദേശികളായ ഡാനിഷ്, ഷെഹ്ജാദ് എന്നിവരെയാണ് ഇന്ന് വെളുപ്പിനോടുകൂടി കൊച്ചിയിലേക്ക് ആലുവയിലേക്ക് എത്തിച്ചത്. ഇനി കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടോ എന്നുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. വലിയ നേട്ടം ആലുവ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെ വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കാൻ ആയതിൽ എടുത്തു പറയാനാകുന്ന ഒരു നേട്ടമാണ് ആലുവ പോലീസിന്റേത്. ഇനി ഇവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള നടപടിയിലേക്ക്, പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. സുഹേൽ, ശരി. SP ഓഫീസിന്റെ മൂക്കും തുമ്പത്ത് മോഷണം നടത്തി കേരള പോലീസിനെ ചലഞ്ച് ചെയ്ത പ്രതികളെ അങ്ങ് അജ്മീരിലെത്തി പൊക്കി കൊണ്ടുവന്നതാണ് കേരള പോലീസ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.